കേരളത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്ക ആസ്ഥാനമായ കമ്പനി കോറോ ഹെൽത്തിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി ഇതിനകം തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് നാടകീയ സംഭവങ്ങളൊക്കെ കണ്ടതാണ്. IT, ഹെൽത്ത്, ടെക് മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധി, ചെലവ് ചുരുക്കൽ, AI അധിഷ്ഠിത ഓട്ടോമേഷൻ, ബിസിനസ് പുനഃസംഘടന തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം നടപടികൾ കമ്പനികൾ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹൈഫൈ പരിശോധിക്കുന്നു, ഇന്ത്യയിലെ പുതിയ ലേബർ കോഡുകൾ പിരിച്ചുവിടലുകൾ എളുപ്പമാക്കിയോ എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചോദ്യം ലേബർ കോഡുകളോ എന്നായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഞാൻ. എന്താണ് പുതിയ ലേബർ കോഡുകൾ? ഒന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. 2019-2020 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി ഏകീകരിച്ചു. 4 കോഡുകൾ. ആ കോഡുകളാണ്: ഒന്ന് കോഡ് ഓൺ വേജസ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. ഇങ്ങനെ 4 കോഡുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇതിൽ ആദ്യത്തെ കോഡ് ഇപ്പം കോഡ് ഓൺ വേജസ്. കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം, മിനിമം വേജ്, അത് കൃത്യസമയത്ത് നൽകൽ, ബോണസ്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെ ഏകീകരിച്ചൊരു കോഡാണ് ഈ കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലെയും ജീവനക്കാർക്ക് ഒരേ തരത്തിലുള്ള അടിസ്ഥാന വേതന സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ കോഡ് കൊണ്ട് കേന്ദ്രം ലക്ഷ്യം വെക്കുന്ന കാര്യം. രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 ആണ്. അതായത് ഇതിനെ മലയാളത്തിൽ നമുക്ക് വ്യാവസായിക ബന്ധ കോഡ് എന്നൊക്കെ പറയാം. ഇപ്പൊ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, പിരിച്ചുവിടൽ, സമരം, ലോക്കൌട്ട്, ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കോഡാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ കോറോ ഹെൽത്ത് ചർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതും ഈ രണ്ടാമത്തെ കോഡാണ്. മൂന്നാമത്തേത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020 ആണ്. ഈ കോഡ് അനുസരിച്ച്, അതായത് തൊഴിൽ സുരക്ഷ, ആരോഗ്യം, തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഡാണത്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ജോലി സ്ഥലം, അവരുടെ ആരോഗ്യ സംരക്ഷണം, ജോലി സമയം, അവധി, ശുചിത്വം, കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമം തുടങ്ങിയവയൊക്കെ ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അവസാനത്തെ കോഡിലേക്ക് നമ്മൾ പോകുന്നു, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. ഇതനുസരിച്ച് തൊഴിലാളികൾക്കുള്ള EPF, പ്രോവിഡന്റ് ഫണ്ട്, ESI, മാതൃത്വ ആനുകൂല്യം, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, മറ്റ് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ഇവയൊക്കെ ഏകീകരിക്കുന്ന കോഡാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗിഗ് വർക്കർമാർ, ഈ ഓൺലൈൻ ഡെലിവറി അങ്ങനെയുള്ള ഗിഗ് വർക്കർമാർ, പ്ലാറ്റ്ഫോം വർക്കർമാരും സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വ്യവസ്ഥകളും ഈ നാലാമത്തെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ 4 കോഡുകളെ നമ്മൾ ഒരൊറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, കോഡ് ഓൺ വേജസ് എന്ന് വെച്ചാൽ വേതനത്തെ കുറിച്ച് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് എന്ന് വെച്ചാൽ പിരിച്ചുവിടൽ, സമരം, തൊഴിലുടമ തൊഴിലാളി ബന്ധമൊക്കെ ഇതിൽ പറയുന്നു. ഇനി മൂന്നാമത്തെ ഒക്യുപ്പേഷണൽ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജോലി സ്ഥലത്തെ സുരക്ഷയും ആരോഗ്യവും ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒക്യുപ്പേഷണൽ സേഫ്റ്റിയിൽ വരുന്നത്. ഇനി ഏറ്റവും അവസാനത്തേത് പറയുകയാണെങ്കിൽ ഈ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും പോലുള്ള ക്ഷേമാനുകൂല്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. ഒറ്റ വാചകത്തിൽ അങ്ങനെ പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ പുതിയ നിയമമാണ്. എന്തായിരുന്നു പഴയ നിയമം എന്നുകൂടി നമ്മൾ പരിശോധിക്കണ്ടേ? അതായത് ഈ പുതിയ ലേബർ കോഡ് വരുന്നതിന് മുൻപ് 100-ൽ കൂടുതൽ തൊഴിലാളികളുള്ള ഫാക്ടറികളോ സ്ഥാപനങ്ങളോ തൊഴിലാളികളെയോ പിരിച്ചുവിടുകയോ അതല്ലെങ്കിൽ സ്ഥാപനം അടയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഈ കമ്പനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണമായിരുന്നു. പുതിയ കോഡിൽ എന്താണ് ഇതിൽ നിന്നുള്ള മാറ്റം എന്ന് ചോദിച്ചാൽ, പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം ഈ പരിധി അത് 100-ൽ നിന്ന് 300-ആയി ഉയർത്തിയിട്ടുണ്ട്. അതായത് 300-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് സാരം. എന്നാൽ നോട്ടീസ്, നഷ്ടപരിഹാരം തുടങ്ങിയ വ്യവസ്ഥകൾ ഇതിൽ തുടരുന്നുണ്ട്. ഇത് തൊഴിലുടമകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ തൊഴിലാളി സംഘടനകളൊക്കെ ഇതിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ കോറോ ഹെൽത്തിന്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഈ 100-ൽ നിന്ന് 300 ആക്കിയാലും കമ്പനിക്ക് അങ്ങനെ എളുപ്പത്തിൽ ആളുകളെ അവിടെ പിരിച്ചുവിടാൻ കഴിയില്ല. കാരണം 2 ഇടത്തായി, കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് 10,900 പേർ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിലും 300-ൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് ഈ രീതിയിൽ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള
അംഗീകാരമില്ല, അവർക്ക് പിരിച്ചുവിടാൻ സാധിക്കില്ല. ഇനി വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈ വിഷയത്തിലുള്ളത്, ഈ കോഡുകൾ ഇപ്പോൾ പ്രാബല്യത്തിലാണോ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച 4 കോഡുകളും പ്രാബല്യത്തിലായോ എന്നുള്ളതാണ്. ഈ 4 കോഡുകളും പ്രാബല്യത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. 4 ലേബർ കോഡുകളും പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ രാജ്യവ്യാപകമായിട്ട് ഇത് പൂർണ്ണാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിൽ കാരണം നമ്പർ 1, അതായത് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങളും സ്വന്തം ചട്ടങ്ങൾ ഇതിൽ തയ്യാറാക്കണം. എല്ലാ സംസ്ഥാനങ്ങളുടെയും തയ്യാറെടുപ്പിന് ശേഷം മാത്രമേ കേന്ദ്രത്തിന് ഒരു തീയതി ഈ വിഷയത്തിൽ, അതായത് നാളെ മുതൽ പുതിയ ലേബർ കോഡ് പ്രാബല്യത്തിൽ വരും എന്ന് സംസ്ഥാന സർക്കാർ പറയണമെങ്കിൽ സംസ്ഥാന സർക്കാർ പാസാക്കിയ ഭേദഗതിയെ എല്ലാ സംസ്ഥാനങ്ങളും സ്വന്തം ചട്ടം അതിൽ തയ്യാറാക്കണം. അക്കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തെ അറിയിക്കണം. അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കേന്ദ്രത്തിന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ ലേബർ കോഡ് പ്രാബല്യത്തിൽ എല്ലായിടത്തും വന്നു. ആ തരത്തിലൊരു നിയമം, ഒരു തീയതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അപ്പം ഈ നിലവിൽ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പഴയ തൊഴിൽ നിയമമാണ് ബാധകമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിലടക്കം. പിന്നെ ഈ കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിലേക്ക് വരികയാണെങ്കിൽ, കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിൽ പുതിയ ലേബർ കോഡിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് ഒരു ഉത്തരം, ഒരു ഡയറക്റ്റ് അതിനൊരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ ലേബർ കോഡുകൾ രാജ്യവ്യാപകമായിട്ട് എല്ലായിടങ്ങളിലും പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കമ്പനി ഏത് നിയമപ്രകാരം നടപടിയെടുക്കുന്നു എന്ന കാര്യം കൃത്യമായി പരിശോധിക്കണം. അവർ പഴയത് വെച്ചാണോ പുതിയത് വെച്ചിട്ടാണോ, എന്താണ് അവർ നടപടി എടുത്തതിനുള്ള കാരണം എന്നത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. മൂന്നാമത്തേത്, ജീവനക്കാർ ഏതു വിഭാഗത്തിലാണ്, അവർക്ക് ഏത് വിഭാഗത്തിലാണ് നിയമനം, അത് അവർ വർക്കിംഗ് വിമൻ ആണോ അല്ലെങ്കിൽ വർക്കിംഗ് മാൻ ആണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ ഇവരെ നിയമിച്ചിരിക്കുന്നത് ഏത് കരാർ പ്രകാരമാണ് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. IT മേഖലയിലെ പല ജീവനക്കാരും തൊഴിൽ നിയമങ്ങളിലെ വർക്ക് മാൻ നിർവചനത്തിൽ ഉൾപ്പെടണമെന്നില്ല. അങ്ങനെയെങ്കിൽ കരാർ വ്യവസ്ഥകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരിക എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ കേരള സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം കഴിയുമെന്നാണ്. പക്ഷേ സർക്കാരിന് ഈ വിഷയത്തിൽ ഡയറക്റ്റ് ഇടപെടണമെങ്കിൽ കുറച്ച് പരിമിതികളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാരണം, ഒന്ന്, തൊഴിൽ വകുപ്പിലൂടെ പരാതി സ്വീകരിക്കാൻ സർക്കാരിന് പറ്റും. ഇപ്പം ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള വഴി ഈ വിഷയത്തിൽ പരിശോധനയും നടത്താം. നിയമലംഘനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കോറോ ഹെൽത്തിന്റെ കാര്യത്തിൽ അവരൊരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും സർക്കാരിന് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഓഫീസറെ വെച്ചുകൊണ്ട് തന്നെ ഇതിനൊരു ഒത്തുതീർപ്പ് നടത്താനും സർക്കാരിന് ശ്രമിക്കാം. ആ ശ്രമങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുമുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സംവിധാന പ്രകാരം തർക്കം ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്യാനും സർക്കാരിന് കഴിയും, ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ. കേരള സർക്കാരിന് പക്ഷേ പരിമിതികൾ കൂടിയുണ്ട്. ഇപ്പം ഇതിൽ ഇടപെടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇടപെടാനൊക്കെ പറ്റും, പക്ഷേ അവർക്ക് പരിമിതി കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഒന്നാമത്തേത്, ഒരു സ്വകാര്യ കമ്പനിയെ നിർബന്ധിച്ച് എല്ലാവരെയും ജോലിയിൽ തുടരണം അല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ തന്നെ പ്രവർത്തിക്കണമെന്ന് സർക്കാരിന് പറയാൻ പറ്റില്ലെന്നുള്ളതാണ്. ഇവരെല്ലാം പിടിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല എന്ന് പൂർണ്ണമായും ഒറ്റ വാക്കിൽ പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ സാമ്പത്തിക തീരുമാനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ സർക്കാരിന്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ സർക്കാരിന് കഴിയില്ല. നിയമപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുകയുള്ളൂ. ഏതുവരെ ഈ വിഷയത്തിൽ ചർച്ച എത്തി, അത് പ്രധാനമാണല്ലോ. ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും 2 വാദങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഈ സർക്കാർ പറയുന്ന ഒരെണ്ണം, കേന്ദ്രം പറയുന്ന ഒരെണ്ണം എന്ന് വെച്ചാൽ, ഇപ്പം ഈ വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല, ഇപ്പം തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രം പറയുന്ന ഒരു കാര്യം, തൊഴിൽ നിയമങ്ങളൊക്കെ ലളിതമാക്കിയാൽ രാജ്യത്ത് നിക്ഷേപം വർദ്ധിക്കും, അതേപോലെ തന്നെ വ്യവസായങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കും. ഇതാണ് ലേബർ കോഡിന്റെ കാര്യം. ഇപ്പം ട്രേഡ് യൂണിയനുകൾ ഈ ലേബർ കോഡിന്റെ കാര്യത്തിൽ പറയുന്നത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ കുറയുമെന്നും കൂട്ടപ്പിരിച്ചുവിടൽ എളുപ്പമാകും എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം ഈ നിലവിൽ കോറോ ഹെൽത്തിന്റെ വിഷയത്തിൽ ഈ ലേബർ കോഡുകൾ അവിടെ ഒരു പ്രശ്നമാകുന്നു എന്ന് നമുക്ക് ഒരു പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒരു ചെറിയ അർത്ഥത്തിലൊക്കെ ആകുന്നുണ്ടായിരിക്കും, എങ്കിലും പൂർണ്ണമായിട്ടും കേരളത്തിന് ഈ വിഷയം നടപ്പാക്കിയിട്ടില്ല. രാജ്യമാകെയാണെങ്കിലും പല സംസ്ഥാനങ്ങളും ലേബർ കോഡ് നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും കാരണം ലേബർ കോഡാണെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുതിയ ലേബർ കോഡ് വന്നാൽ തന്നെ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. കാരണം 300-ൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്.